ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നത്. പകരം എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചു കാലം മുമ്പ് സ്കിൻ കെയറിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കണം, എന്ത് യൂസ് ചെയ്യണം. ഞാൻ വാങ്ങിക്കാത്ത പ്രൊഡക്റ്റുകളൊന്നുമില്ല. കാണുന്ന സകലതും ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് കാണും, അവർക്കത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടായ കുറച്ച് പ്രൊഡക്ട്സ്. പിന്നെ യൂട്യൂബിലെ യൂട്യൂബേഴ്സ് കുറച്ച് പ്രൊഡക്റ്റ് കാണിക്കും. അതെല്ലാം വാങ്ങിച്ച് തേച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആവും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങിക്കും. കുറെ കാശ് ഞാൻ അങ്ങനെ പൊട്ടിച്ചു. ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടുത്തത് വാങ്ങിക്കേ. അതിന്റെ മീതെ കൂടെ അല്ലെങ്കിൽ അതെനിക്ക് കൊള്ളൂല എന്ന് തോന്നി അടുത്തത് നല്ലത് കണ്ടു, അത് വാങ്ങിച്ച് തേക്കാം. അങ്ങനെ ഒരു മട്ടില് ഞാൻ ഒരുപാടെണ്ണം വാങ്ങിച്ച് തേച്ചു. ചുരുക്കം പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ബ്രാൻഡിന്റെ സാധനങ്ങളും എന്റെ ഒരു മുഖം ഉപയോഗിച്ചിട്ടുണ്ട്. ക്രീംസ് മാറും, ഫേസ് വാഷ് മാറും, എല്ലാം മാറി പലതും യൂസ് ചെയ്യും. പക്ഷെ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. ബ്രേക്ക്ഔട്ട്സും കുഞ്ഞു എനിക്ക് വലിയ പിമ്പിൾസ് വരുന്ന ഒരു ഫേസ് അല്ല, കുഞ്ഞു പിമ്പിൾസ് ആണ് എനിക്ക് വരുന്നത്. ഒരു ഡൾനെസ്, ഫുൾ ആയിട്ടൊരു ഡൾനെസ്. തേച്ചിട്ടും സത്യം പറഞ്ഞ ഒരു മെന വരുന്നില്ല. അതാണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്റെ പൊണ്ണ ബുദ്ധി എന്ന് പറയാൻ, ഒരു പ്രോഡക്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്തത് ഓർഡർ ചെയ്യേ. അത് കൊള്ളാന്ന് എന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയല്ലേ. അത് കൊള്ളാം, അതും എനിക്ക് ഉപയോഗിച്ചാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നേ. കാര്യമൊന്നും നടന്നില്ല, അത് വേറെ കാര്യം. ആദ്യമൊക്കെ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു സത്യം പറഞ്ഞു. ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുമല്ലോ. ഓരോ ദിവസം ഇടുമ്പോഴത്തേക്ക് ഞാൻ പോയി നോക്കും, എന്തിനാ വെളുത്ത് അല്ലെങ്കിൽ നല്ലതായി ക്ലിയർ ആയി, ഗ്ലോ ആയി, അങ്ങനത്തെ ഉള്ളൊരു മൈൻഡ്. പിന്നെ പോകെ എനിക്ക് മനസ്സിലായി, പ്രോഡക്റ്റിന്റെ കുഴപ്പമല്ല, ഞാനാണ് പ്രശ്നക്കാരി. എന്റെ ചിന്തയും എന്റെ പ്രവൃത്തിയാണ് മാറ്റേണ്ടത്. അവിടെ ഞാൻ തൂക്കി. അന്ന് തൊട്ട് ഞാൻ ഡിസൈഡ് ചെയ്ത കാര്യമാണ്, ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണ്ട. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ, ഇത് 4 എന്തായാലും യൂസ് ചെയ്യാം. ടോണർ നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ എനിക്ക് ടോണിങ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഞാൻ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വിചാരിക്കും, കൊള്ളത്തില്ല, ഇത് ചെയ്യാൻ ഒരു രസമില്ല. കാരണം എന്താ, സ്റ്റെപ്പ് കുറവല്ലേ, ഒരുപാട് സാധനം തേക്കുന്നില്ല, ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തോണ്ട് എനിക്കൊരു സുഖം കിട്ടുന്നില്ല. ഇത് 3-4 ഉള്ളു, അത് ഒരു രസമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായി. സ്കിൻ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സ്കിൻ ടൈപ്പ് അറിയാതെ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. അതിന് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 13 മിനിറ്റ്സ് ഒന്നും അപ്ലൈ ചെയ്യാണ്ട് വെയിറ്റ് ചെയ്യുക. മണിക്കൂറിന് ശേഷം നമ്മുടെ മുഖം ഫുൾ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓയിലി സ്കിന്നും ഒന്ന് ഇങ്ങനെ വലിയുന്നത് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിന്നും, പിന്നെ ടീ സോൺ എന്നൊക്കെ പറയും, ഈ ഏരിയയിൽ മാത്രം ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നും ആണെന്നാണ് എന്റെ ഒരു അറിവ്. ചെറിയ പ്രൊഡക്ട്സ് പോലും നമുക്ക് ബേൺ ആയിരുന്നുള്ള രീതിയിൽ അത് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരായിരിക്കും. ഒരു ചെറിയ മൈൽഡ് ആയിട്ടുള്ള ഒരു സാധനം ഉപയോഗിച്ചാൽ തന്നെ നമുക്കത് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള റിയാക്ഷൻ വരും. അവർ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണ്. എന്റേത് ഒരു നോർമൽ ടു കോമ്പിനേഷൻ ടൈപ്പ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു പ്രൊഡക്റ്റ് കാണിക്കാം, വേറെ ഒന്നുമല്ല, സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ആണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. കണ്ടോ, ഇത് ഞാൻ കയ്യിലൊക്കെ തേച്ചാണ് ഇത്രയും തീർത്ത് വെച്ചേക്കുന്നത്. കാരണം എനിക്കിത് യൂസ്ഫുൾ ആയിരുന്നില്ല. ഭയങ്കര ഓയിലി ആയിട്ടും കുഞ്ഞു പിമ്പിൾസ് വരെയും എന്റെ മുഖം ഒന്ന് ഡള്ളാക്കിയതുപോലെ ഉള്ളൊരു സംഭവമാണ് ഇത്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ പ്രൊഡക്റ്റിന്റെ കുഴപ്പമല്ല, സ്കിൻ ടൈപ്പ് നോക്കാണ്ട് ഞാൻ മേടിച്ച് യൂസ് ചെയ്തതിലുള്ള പ്രശ്നമാണ്. ഇത് ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ മമാഅർത്തിന്റെ ഈ സൺസ്ക്രീൻ. ഒന്നും പറയാനില്ല, എനിക്ക് ശരിയായില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല എന്ന് പറയുന്നത് പോലാണ് സംഭവം. ഞാൻ ഇതും കയ്യിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. മുഖത്തിട്ടാ തീർന്നു. അപ്പോഴും പറയാം, നല്ല രീതിയിൽ വർക്ക് ആവുന്നവർ കാണും. അതുകൊണ്ട് നമ്മൾ കണ്ണും പൂട്ടി ഇത് വാങ്ങിക്കരുത്. എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവത്തില്ല. അതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. കുറച്ച് നമ്മൾ ഓരോ പ്രോഡക്റ്റിന്റെ ഹൈപ്പ് കണ്ടിട്ട് നമ്മൾ സാധനം വാങ്ങിക്കണ്ട. ഹൈപ്പ് ഇല്ലാണ്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് നല്ലതെന്നാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരുപാട് എമൗണ്ട് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ ഇന്ത്യയിൽ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസറും എല്ലാം കിട്ടും. അത് വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ പെർഫെക്റ്റ് സ്കിന്ന് നമുക്ക് കാണത്തില്ല. പോഴ്സ് കാണും, ചെറിയ പിമ്പിൾസ് കാണും, ഫേഷ്യൽ ഹെയർസ് കാണും. അത് നമുക്ക് ഉള്ളതാണ്. നമുക്ക് ഓരോ ഏജ് കഴിയും തോറും നമ്മുടെ സ്കിന്നിൽ മാറ്റങ്ങൾ വരും. അതല്ലാതെ നമ്മൾ ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള
ആ ഒരു ഫിഗർ നമുക്ക് കിട്ടും എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ ചിന്തിച്ച ആള് തന്നെ ആണ് ഞാനും എങ്കിലും നമ്മൾ ആ ഒരു പൊട്ട ചിന്താഗതി മാറ്റിയാൽ നമുക്ക് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്റെ സ്കിൻ പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ ഇപ്പോഴും കുറഞ്ഞ ഈ ഭാഗത്തായിട്ട് കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഉണ്ട്. അതെന്റെ ഹോർമോൺ ഇംബാലൻസ് കാരണമെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ എന്റെ റുട്ടീൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള റുട്ടീൻ മാത്രമേ ഉള്ളൂ. നിങ്ങളും അത് എന്നെ പോലെ തന്നെ ഫോളോ ചെയ്യണം എന്ന് ഞാൻ വാശി പിടിക്കുകയല്ല. എന്നാലും അതായിരിക്കും കൂടുതൽ ഹെൽത്തി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നമുക്ക് സ്കിന്നിനെ മെച്ചപ്പെടുത്താൻ പറ്റൂല. വെള്ളം കുടിക്കണം. അതല്ലാതെ നമ്മളെ ഹെൽത്തി ഡയറ്റ്സ് ഫോളോ ചെയ്താൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. ബൈ.